വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാപ്പി ജേണി രശ്മി. നമ്മളിന്നുള്ളത് ഓണപ്പൂക്കളം ഇടാനുള്ള പൂക്കളുടെ ലോകത്താണ്. ഫ്രഷ് ഫ്ലവർ മാർക്കറ്റാണ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. എറണാകുളത്താണ് കേട്ടോ ഉള്ളത്. ഇവിടെ ഫ്ലവേഴ്സ് കിറ്റായിട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ കിലോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഓരോന്നിനും കിലോ റേറ്റ് ഉണ്ട്. പിന്നെ ഒരു കിറ്റ് 100 രൂപ 50 രൂപയൊക്കെ ആയിട്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇത് നമ്മൾ വന്നിട്ടുള്ള ഒന്നാമത്തെ ഫ്ലവർ ഷോപ്പാണ്. ഇനി ഇതുപോലെ പല ഷോപ്പുകളും ഇവിടെയുണ്ട്. എല്ലാത്തിലും നമുക്ക് പോകും. കിലോ 600 അല്ലേ? പറഞ്ഞുതരാവോ? ചോദിക്കുമ്പോൾ പറഞ്ഞുതരുമോ? ഇതാ ഇതിനെയാ? ഇത് കിലോ എന്താ വില? 700 ആണോ? അപ്പൊ ഇത് കുറവാണല്ലേ? ഇത് എത്ര പറഞ്ഞ? 600 രൂപ അല്ലേ കിലോ? ഇത് 600 രൂപ. ഇഡാലിയ ഇത് 700. ആ റോസ് 800. ഹോൾസെയിലും റീറ്റെയിലും ഉണ്ടല്ലേ? അങ്ങനെ ഉണ്ടല്ലേ കളർ വ്യത്യാസം. ഇത് 800 ഡാർക്ക്, അത് ലൈറ്റിന് കുറവുണ്ടല്ലേ? മറ്റേ ഗ്രാസിനാ ഇതാണ് 100 രൂപ അല്ലേ? ഒരു കെട്ട് 100 രൂപ. ഇതൊരു കെട്ട് 100 രൂപ. ഇത് ജമന്തിയ അതെന്താ വില? ഒരു കിലോ 150 ജമന്തി. മഞ്ഞയും എല്ലാം ഒരു കളർ. വ്യത്യാസം ഉണ്ടല്ലേ? അത് മഞ്ഞക്ക് 200, ഓറഞ്ച് 150. ഇന്നത്തെ റേറ്റ് ദിവസം മാറും അല്ലേ? മാറിക്കൊണ്ടിരിക്കുവോ? അത് ശരി. അപ്പൊ ഇന്ന് കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ഒരു അത് ശരി, പറയാൻ പറ്റില്ല. ഇതാ ചെണ്ടുമല്ലിയ 250. പിന്നെ പാടില്ല, എപ്പോ വേണേലും എടുത്തോണ്ട് പോവാം. റോസിന്റെ പറഞ്ഞായിരുന്നു. അപ്പൊ എത്ര ഏറ്റവും കുറവ് എത്ര കൊടുക്കണം ഓരോ ഐറ്റം? ഒരാൾക്ക് 50 രൂപയ്ക്ക് വേണമെങ്കിൽ കൊടുക്കും. അങ്ങനെ ഉണ്ട്. ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട്. 50 രൂപ ചോദിച്ചാൽ നമ്മൾ കൊടുക്കണ്ടേ? ഓണത്തിന് പോകുമ്പോ എല്ലാവരും പണക്കാർ ആവില്ലല്ലോ. സാധാപ്പെട്ട ആൾക്കാർ 50 രൂപയ്ക്ക് കൊടുത്താൽ അവർക്ക് സന്തോഷമായില്ലേ? അതാണ് ഹാപ്പി ഓണം എന്ന് പറയുന്നത്. ഹാപ്പി ഓണം. എല്ലാവർക്കും ഒരുപോലെ ആഘോഷിക്കണം. അരളിപ്പൂ കെട്ടിന് എങ്ങനെ? കിലോയാണോ? കിലോ ആണ്. കിലോ 600 അല്ലേ? അരളി. താമര ഹാപ്പി ജേണി രശ്മി. താമര ഉണ്ടല്ലേ? താമരയൊക്കെ റെയറാണ്, അതില്ല. ഇത് ഇന്ന് സ്റ്റാർട്ട് ചെയ്താണോ? മിനിഞ്ഞാന്നാണോ? ശരി. ഇപ്പൊ ഓണം കഴിയണവരുടെ ഉണ്ടാവും അല്ലേ? എല്ലാ ദിവസവും ഉണ്ട്? 24 hour ആണോ? അങ്ങനെയാണോ? അത്രേ ഉള്ളൂ. എന്നാലും ഒരു 12 മണി വരെയൊക്കെ എന്തായാലും കിട്ടുമല്ലേ? പോരെ. അപ്പൊ ഡെയിലി വരുമോ ഇവിടെ? ഫ്രഷ് ആയിട്ട് പുതിയ പുതിയ പൂക്കൾ വന്നോണ്ടിരിക്കുക? ഇപ്പൊ തീരണനുസരിച്ചിട്ട് വന്നോണ്ടിരിക്കുക. അതാണല്ലോ റേറ്റ് ചിലപ്പോ മാറി മാറി വരാൻ ചാൻസ്. ശരി. ഇന്ന് പറയണ റേറ്റ് ആവണോന്നില്ല, ചിലപ്പോ കൂടാൻ ചിലപ്പോ കുറയാ അല്ലേ? ഇത് ഏതാ ചാനൽ? മീഡിയ വണ്ണോ? ഇവിടെ ഫ്ലവേഴ്സിന്, ഫ്രഷ് ഫ്ലവേഴ്സിന് ഹോൾസെയിൽ മാർക്കറ്റും റീറ്റെയിൽ മാർക്കറ്റും കൂടിയാണ്. 50 രൂപക്ക് വരെ ഫ്ലവർ ഇവിടെ നിന്ന് കിട്ടും എന്നാണ് അവർ പറയണത്. പിന്നെ ഹോൾസെയിലിന് ചിലപ്പോൾ റേറ്റ് കുറച്ച് കിട്ടുമായിരിക്കാം. എല്ലാത്തരം പൂവിടാനുള്ള എല്ലാത്തരം പൂക്കളും ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടും, എല്ലാ കളേഴ്സും. നാളത്തേന് തിരക്കില്ലല്ലോ ശരിക്കും. ഇങ്ങനെ ഹോൾസെയിൽ റീറ്റെയിൽ എന്നൊക്കെ പറഞ്ഞൊക്കെയുള്ള ഒരു മാർക്കറ്റ് ഉണ്ടെന്നുള്ളത് അറിയാവുന്നവരുണ്ട്. ഇത് മിക്സഡ് കളേഴ്സിലുണ്ടല്ലോ, ഡാലിയ. അപ്പൊ ഇതെങ്ങനെ റേറ്റ്? രണ്ടും ചേർത്ത് എടുക്കാം അല്ലേ? കിലോ റേറ്റ് എങ്ങനെ? 600. രണ്ടും മിക്സ് ചെയ്ത് കൊടുക്കും. നല്ല കാര്യം. 2 കളറും കിട്ടും. പക്ഷെ ഇതൊക്കെ നമുക്ക് കൂടുമ്പോ ഇതൊക്കെ റെയർ ആയിട്ട് കിട്ടുന്ന എല്ലായിടത്തൊന്നും കിട്ടാറില്ല. സെപ്പറേറ്റ് ഉണ്ട്. നമ്മള് പൂക്കളിടുമ്പോ ഇതൊക്കെ ഇവിടെ വളരെ കുറവാ കിട്ടല്ലേ?
ഈ പൂവൊക്കെ ഡാലിയ ഇതൊക്കെ കിട്ടും. ചെണ്ടുമല്ലിയുണ്ട്, കുറവാണ് ഈ കളേഴ്സ്. നല്ലതാണ് ഒരുമിച്ച് ഇത്രയും കിട്ടുക എന്നുള്ളതല്ലേ. എല്ലാ സാധനവും ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പിന്നെ താമരയുണ്ട് കേട്ടോ ഇവിടെ. ഇവരിവിടെ ഓരോ കെട്ടുകളൊക്കെ ആക്കി ഇങ്ങനെ തിരിച്ചൊക്കെ വെക്കുകയാണ്. തിരക്ക് തുടങ്ങിയിട്ടില്ല. അവനിപ്പോൾ തിരക്കാവും പിന്നീട്. ചിലപ്പോൾ രാത്രിയൊക്കെ ലോങ് ടൈമിലേക്ക് ഉണ്ട് ഇവർ. പിന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടി ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു സൗകര്യമുണ്ട്. പിന്നെ മഴയും വെയിലൊന്നും നനയാതെ നിന്ന് നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇത് പരമാര ക്ഷേത്രം നോർത്ത് പാലം ഇറങ്ങി പരമാര ക്ഷേത്രം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോഴേക്കും കാണുന്നതാണ് ഈ ഷോപ്പ്. ഇവിടെ തന്നെ ഇതുപോലെ പല ഷോപ്പുകളുണ്ട്. നമുക്ക് എല്ലാത്തിലും പോയിട്ട് അന്വേഷിച്ചിട്ടൊക്കെ വരാം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടോ. ഇതുപോലെ റോഡരിയിലിരുന്ന് കച്ചവടം ചെയ്യുന്ന അമ്മമാരുണ്ട്. അപ്പോൾ നമുക്ക് അവരോടൊക്കെ ഒന്ന് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരക്കാം. റോസ് 400, വാടാമല്ലി 400, അരളി 450, മറ്റേ പൂവിന് 150 ആണ്. 150 പാവല്ലേ. അവിടെ നിന്ന് നടന്നിങ്ങോട്ട് വരുമ്പോഴേക്കും അപ്പോൾ തന്നെ രണ്ടാമത്തെ ഷോപ്പിലേക്ക് കയറാൻ സമയമായി. ഇതാണ് രണ്ടാമത്തെ ഷോപ്പ്. ഇങ്ങനെ ഷോപ്പുകളുണ്ട്. ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോ, നിങ്ങൾക്ക് ഗുണമുണ്ടാവും. എല്ലായിടത്തും വ്യത്യസ്തങ്ങളുണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കി നോക്കിക്കോളൂ കേട്ടോ. രണ്ടാമത്തെ ഷോപ്പിലെ പൂക്കളാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഡാലിയാണ്. ഇതെന്താ വില? കിലോ എന്താ വില? കണ്ടില്ല. സൂര്യാന്തി 700 രൂപ കിലോ അല്ലേ? ഇത് കണ്ടിട്ടില്ല ഈ കളറ്, അതാ ചോദിച്ചേ. ഇന്തോ മാരിഗോൾഡ്, അതാണ് ഇത് സംഭവം. ഇന്തോ മാരി അങ്ങനെ എന്താണ് സംഭവം എനിക്കറിയാം. ഇതിന്റെ വിട്ടുപോയി. പൂവിന്റെ പേരറിയോ? മാരിഗോൾഡ്. അതിപ്പോ ഇതെല്ലാം മാരിഗോൾഡാണ്. പക്ഷെ ഇതിന് എന്തോ വേറെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാ വില? ഇതിന് റേറ്റ് അറിയാം? 600. ഏറ്റവും കുറഞ്ഞത് ഇതും 600 തന്നെ. എല്ലാം 600. അത് 700 അല്ലേ? അതിന് റേറ്റ് കൂടുതലല്ലേ? അപ്പൊ അങ്ങനെ അങ്ങോട്ട് റേറ്റ് കുറഞ്ഞു വരികയാണ്. ഇത് 3 സൂം ചെയ്താണ്. ഇത് 3 600. കുറച്ച് കൊടുക്കുവോ? അതാ. ഓക്കെ. ഇത് 700. ഇതൊരു റെയർ സാധനമാണ്. അതുകൊണ്ട് അതിന് ഈ പൂവിന് കാണുന്ന ആൾക്കാർക്ക് ഇതിന് 700. ഇങ്ങോട്ട് 500 400 500 തന്നെ. റോസിന് 500 അല്ലേ? ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ടിട്ടുണ്ടല്ലേ? അതും ആ സെയിം റേറ്റ് ആയിരിക്കും അല്ലേ? 500. ഇത് സ്മെല്ലുള്ള, ഇതിന് നല്ല സ്മെല്ലാണ് ഈ പൂവിന്. ഇതെന്ത് വില? 500. ഇതെന്താ വില? 600 ആണ് പറയണം. നല്ല സ്മെല്ലാണ് ഈ പൂവിന്. ഇതിന്റെ സ്മെല്ലാണ് ഇവിടെ മൊത്തം ഉണ്ട്. ഇത് 250 അല്ലേ? ജമന്തി പൂക്കളെല്ലാം രണ്ടും ഒരു സെയിം റേറ്റ് ആണ്. 250. ഇതെല്ലാം 250. എത്ര കുറച്ച് കൊടുക്കും ക്വാണ്ടിറ്റി? അല്ല, ഏറ്റവും കുറവ് എത്ര കൊടുക്കും? ആരോടെ ചോദിക്കണ്ടേ? ശരിക്കും മുതലാളി എവിടെ? മുതലാളി എത്ര വെച്ച് എവിടെ തുടങ്ങി കൊടുക്കും? 50 രൂപ വെച്ച് ഒരു കിറ്റ് അല്ലേ? കിറ്റ് എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? അത് ശരി. ഇത് 100 രൂപയുടെ കിറ്റാണ്. ഇതിലെല്ലാ തരം ഉണ്ടല്ലേ? അപ്പൊ കിറ്റ് എന്ന് പറയുമ്പോൾ മിക്സ് ആണല്ലോ. മിക്സ് ചെയ്ത് എല്ലാം കൂടി കൊടുക്കും. ഓക്കെ. ഇതൊരു കിറ്റ് 100 രൂപയാണ്. അപ്പൊ 50 രൂപയുടെ കിറ്റ് വരെ കൊടുക്കും. അത് നല്ല കാര്യം. ചെറിയ ഓണക്കാർക്കൊക്കെ ഇടാൻ പറ്റൂ. ഇതൊക്കെ 250 അല്ലേ? ഇത് കിലോ 250. ഇത് 50 രൂപയുള്ളൂ ഒരു കെട്ട്. കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ലാഭമുണ്ട്. ഇതവിടെ
പിന്നെ ഷമിനായൊക്കെ കെട്ടിയിട്ട് കാണാൻ മഴയൊന്നും പേടിക്കണ്ട, വെയിലും പേടിക്കണ്ട. എല്ലായിടത്തും ഉള്ളതൊക്കെ എല്ലാം സെയിം പൂക്കളാണ്. റേറ്റിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ഷോപ്പിലേക്ക് പോവാം. ഇതാ ഷോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പരമാര ക്ഷേത്രത്തിൻ്റെ സൈഡായിട്ട് വരും. ഇവരൊക്കെ സ്ഥിരം ഇവിടെ ക്ഷേത്രത്തിനോട് ചേർന്ന് പൂമാല കെട്ടി വിൽക്കുന്നവരാണ്. കണ്ടില്ലേ, എല്ലാം മാല കെട്ടി വെച്ചിട്ടുണ്ട്. മുല്ലപ്പൂമാല ഉൾപ്പെടെ അങ്ങനെ പല പല മാലകൾ അമ്പലത്തിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ളത്. അതുകൂടാതെ ഇപ്പോൾ ഓണമായപ്പോൾ ഇവരുടെ അടുത്ത് പൂക്കളം ഇടാനുള്ള പൂക്കളും കൂടി അവർ ചേർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവരോടും ഒന്ന് റേറ്റൊക്കെ ചോദിച്ച് പോവാം. എന്നിട്ട് നമുക്ക് മൂന്നാമത്തെ ഷോപ്പിലേക്ക് പോവാം കേട്ടോ. അതും ഇവിടെ തന്നെയാണ്. ജമന്തി എന്തോ 200. റോസോ ചുവപ്പ് 400 അല്ലേ. ഇത് വേറെ റോസാണോ? ഡാർക്ക് അതല്ലേ, കളർ വ്യത്യാസം. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ഷോപ്പിലേക്ക് പോയാലോ. നമ്മൾ നേരത്തെ പോയ 2 ഷോപ്പിലെ ആ രണ്ടാമത്തെ ഷോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ദാ ഈ കാണുന്നത് ഈ ഷോപ്പ് കേട്ടോ, ഫ്രണ്ട്സ് ഫ്ലവേഴ്സ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഷോപ്പ്. എല്ലാം ഇവിടെ തന്നെയാണ്. ഈ ലൊക്കേഷനിലേക്ക് നോർത്ത് പാലം ഇറങ്ങി പെട്രോൾ പമ്പ് കഴിയുമ്പോഴേക്കും ഈ ലൊക്കേഷനാണ് കേട്ടോ. ഇത് പരമാര അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? പരമാര ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് അല്ല, പിന്നെന്താ ലാൻഡ്മാർക്ക്? അതാ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ പെട്രോൾ പമ്പ്. ഇതാ കണ്ടോ, പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ ഇതാണ് ഷോപ്പ്. കണ്ടോ, പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ്. ആൾക്കാർക്ക് വരണമെങ്കിൽ വരണ്ടേ. റേറ്റ് എങ്ങനെയാ പൂവിനൊക്കെ? പൂവിന് റേറ്റ് കുറവാണോ കൂടുതലാണോ? അത്രേ ഉള്ള ലാഭമുള്ള 200 അല്ലേ. ഇതാ ഇതിന്റെ പേരെന്താ? ഗോൾഡ് മാരി. ഇതൊക്കെയാ ഡാലിയ. അതിനൊക്കെ റേറ്റ് എങ്ങനെ? 350-300 ആ റേഞ്ച് അല്ലേ. ഇതെല്ലാം 200. ജമന്തി. റോസിന് വ്യത്യാസം ഉണ്ടല്ലേ, 2 തരം റോസ് ഉണ്ടല്ലേ. 400. ആയി, നല്ല ഭംഗി. ആരാ ഇത്ര അറേഞ്ച് ചെയ്തൊക്കെ വെച്ചത്? നിങ്ങൾ ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ റേറ്റ് കുറവ് കേട്ടോ. ഹോൾസെയിൽ റേറ്റിലായിരിക്കും അവർ തരുന്നത്, ഇപ്പം പറയുന്നതല്ല. പിന്നെ കിറ്റായിട്ടും കിട്ടും. അപ്പം എങ്ങനെ വേണമെങ്കിലും എടുക്കാം. 50 രൂപ മുതൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. നീല ഫ്ലവേഴ്സ് വേണമെങ്കിൽ നീല ഫ്ലവേഴ്സ്. ഇതൊക്കെ സ്റ്റോളൊക്കെ കെട്ടിയിട്ടേക്കണേ. ബാംഗ്ലൂരിൽ നിന്നാണോ ഫ്ലവേഴ്സ്? എല്ലാവരും ബാംഗ്ലൂരാ. അവിടെയാണ് പൂക്കളുടെ ലോകം. ഇതെല്ലാം ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കണ്ട ഫ്രണ്ട്സ് ഫ്ലവേഴ്സിൻ്റെ മാർക്കറ്റാണ്. തിരക്കൊന്നും തുടങ്ങിയിട്ടില്ല. എൻ്റെ ബാംഗ്ലൂർ ഫ്ലവർ മാർക്കറ്റിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം ഡിസ്ക്രിപ്ഷനിൽ. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഓരോ ഷോപ്പും പൂക്കളും റേറ്റുകളും ഒക്കെ നിങ്ങൾ കമൻ്റ് അടിക്കണേ.